1971 14ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ആലപ്പുഴയിൽ നടന്നപ്പോൾ അവിടെ മത്സരാർത്ഥിയായിരുന്ന ഒരാൾ 2024 63ാമത് സ്റ്റേറ്റ് കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുമായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള കലാമണ്ഡലം പ്രഭാകരൻ പുന്നശ്ശേരി മാഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. മാഷിനോട് കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം. മാഷ് ഇപ്പം 1971 മാഷ് മത്സരിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസും 2024 ശിഷ്യന്മാരുമായിട്ട് വന്ന് മത്സരിക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്. അന്നൊരു ശിഷ്യൻ നിലയ്ക്ക് ഭയത്തോട് കൂടിയിട്ടാണ് വരിക. ഇന്നൊരു ഗുരു നിലയ്ക്ക് നമുക്ക് ആ ഭയമില്ലല്ലോ. നമ്മൾ ആ കലയിൽ കൂടുതൽ അറിവ് നേടി ഒരുപാട് കുട്ടികളെ കൊണ്ട് വരിക. അന്ന് പേടിച്ചുകൊണ്ടാണല്ലോ വേദിക്ക് കയറുക. ഈ വർഷം എത്ര കുട്ടികളാണ്? 9 പേരുണ്ട്. ഹൈസ്കൂൾ ഗേൾ 3, ഹയർ സെക്കൻഡറി ഗേൾ 3, ഹയർ സെക്കൻഡറി ബോയ് 3. എങ്ങനെയാണ് ഈ തുള്ളൽ കലാരംഗത്തേക്ക് വരുന്നത്? അത് സ്കൂൾ യുവജനോത്സവ സ്കൂൾ വാർഷികത്തിന് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ, അപ്പം അതുവരെ സ്കൂൾ സാഹിത്യ സമാജമൊക്കെ നടക്കുമ്പോൾ ഞാൻ എൻ്റേതായ ആംഗ്യപ്പാട്ട് ആക്ഷൻ സോങ്ങ് ചെയ്യുമായിരുന്നു. അപ്പം അന്ന് ഒരു റിപ്പബ്ലിക് ഡേക്ക് ഞാൻ ചെയ്തൊരു ആംഗ്യപ്പാട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടി. അത് ഈ വക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ, മാനത്തിനെങ്ങാനും പൊട്ടി വീണോ, ഭൂമി തനിയെ മുളച്ചു വന്നോ, എന്തോ നിറമെന്നോ ചൊല്ലേണ്ടു. ഈ ആംഗ്യപ്പാട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പം അപ്പോഴേ ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ട് ഇവനിലൊരു കലാകാരൻ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആംഗ്യത്തെ ശരിക്കും ചൂണ്ടിക്കൊടുക്കുക പറഞ്ഞത്. അപ്പോൾ സ്കൂൾ ഒരു വാർഷികം നടക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരു തുള്ളൽ എഴുതി ഉണ്ടാക്കിയൊരു അധ്യാപകൻ, അത് ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയുടെ കഥയാണ്. അതിൻ്റെ പേര് നമ്പ്യാരെ കഥയല്ല, ചിരുകണ്ഠൻ ചരിതം എന്നാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ശരിക്കും ആ കഥയാണ്. അത് സ്കൂൾ വാർഷികത്തിൽ അവതരിപ്പിച്ചതോടുകൂടിയാണ് ഞാൻ അറിയപ്പെടുന്നത്. അതേ കഥയും വെച്ചിട്ടാണ് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്റ്റേറ്റ് വരുന്നത്. ഒരു പ്രത്യേകതയുണ്ട്, ഇന്നൊക്കെ നമ്മൾ കാണുന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് എല്ലാം ചെയ്യുന്നത്. എന്നാൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവതരിപ്പിച്ച നമ്പ്യാർ എഴുതിയ വരികളല്ല, ഞങ്ങളുടെ നാട്ടിലുള്ള തറവക്കണ്ടി ദാമോദരൻ മാസ്റ്റർ എഴുതിയ ചിരുകണ്ഠൻ ചരിതം എന്നുള്ള തുള്ളൽ അവതരിപ്പിച്ച് വളരെ ശ്രദ്ധേയമായിരുന്നത്. ശരിക്കും അതിന് ശേഷമാണ് അത് പിന്നെ പ്രാദേശികത്തൊരു ഗുരുനാഥനാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നീട് ഞാൻ അവിടെ പീറ്റക്കണ്ടി രാംകുട്ടി നാരാശാൻ, പിന്നീടാണ് ഞാൻ കലാമണ്ഡലത്തിൽ ചേർന്നിട്ട് കലാമണ്ഡലം ഗോപിനാഥ പ്രഭാശൻ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് തുള്ളൽ പഠിക്കുന്നത്. ആളിപ്പോൾ HOD ആയിട്ട് കലാമണ്ഡലത്തിൽ പിരിക്കും. അപ്പോൾ അദ്ദേഹമാണ് പിന്നുള്ളത്. പിന്നെ ഇപ്പോഴും അനുബന്ധ കലകളായിട്ട് ഞാൻ തബല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മൃദംഗം അറിയാം, കഥകളി 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു, കഥകളി 2 വേഷമെടുത്തു, കുചേലവൃത്തത്തിൽ കൃഷ്ണനായിട്ടും, പിന്നെ ഗുരുവായൂർ വെച്ചിട്ട് എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ തന്നെ കുചേലനായിട്ടും, പിന്നെ പൂതനാമോക്ഷം കഥകളി. ഇപ്പോഴും ഒരു കഥകളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണ സൗത്തിൽ ഹനുമാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിരന്തരം അഭ്യസിപ്പിച്ചു കൊണ്ടാണ് ഇങ്ങോട്ട്. പഠനത്തിന് ഒരു പ്രായമില്ല, പരിധിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് മാഷ് വീണ്ടും പഠനം തുടർന്ന് ശിഷ്യഗണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 63ാമത് സംസ്ഥാന കലോത്സവത്തിനൊപ്പം പുന്നശ്ശേരി മാഷുണ്ട്. ഒരുപാട് സന്തോഷം മാഷ്.